ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7th സ്റ്റാൻഡേർഡിൽ അഷ്ടമഹാപാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ എന്ന പാഠം. അതിൽ സൂക്തികളാണ് പഠിക്കുന്നത് അല്ലേ, സൂക്തയ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സൂക്തി പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് പേജ് നമ്പർ 87 താഴെയുള്ളത്. പേജ് നമ്പർ 87 നോക്കിക്കോളൂ. ക്ഷണശഃ കണശശ്ചൈവ വിദ്യാമർത്ഥം ച സാധയേത്. ക്ഷണശഃ കണശശ്ചൈവ വിദ്യാമർത്ഥം ച സാധയേത്. ക്ഷണശഃ കണശശ്ചൈവ എന്നുണ്ട്. കണശശ്ചൈവ എങ്ങനെ പിരിച്ചു പറയാം? കണശശ്ചൈവ, കണശഃ, കണശഃ, കണശശ്ച പ്ലസ് ച. കണശശ്ചയാണ്. കണശശ്ച പ്ലസ് ഏവ. അപ്പോൾ എന്തോ കണശശ്ചൈവ എന്നായി. കണശശ്ചൈവ, കണശഃ പ്ലസ് ച പ്ലസ് ഏവ. കണശശ്ചൈവ ക്ഷണശഃ കണശഃ ച കണശശ്ചൈവ വിദ്യാമർത്ഥം. അതുപോലെ വിദ്യാമർത്ഥം വിദ്യാം പ്ലസ് അർത്ഥം. വിദ്യാം പ്ലസ് അർത്ഥം. വിദ്യാമർത്ഥം ച സാധയേത്. എന്താണല്ലേ പിരിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ അന്വയം വരുന്നത് ക്ഷണശഃ ഏവ വിദ്യാം കണശഃ ഏവ അർത്ഥം ച സാധയേത്. അവിടുത്തെ അസ്മിൻ വാക്യേ ക്രിയാപദമാണ് സാധയേത്. സാധിച്ചെടുക്കും. എങ്ങനെയാണ്? ക്ഷണശഃ. എന്താ ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ? ഒരു ക്ഷണനേരം നമ്മൾ പറയാം, ഒരു ചെറിയ നേരം, ഒരു നിമിഷം. പിന്നെ അതുപോലെ ഏവ വിദ്യ ഒരു ക്ഷണനേരം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ഷണനേരം കളയാനില്ല നമുക്ക് വിദ്യക്ക്. എന്ന് വെച്ചാൽ പഠിക്കണം. ഒരു നിമിഷം പോലും കളയാതെ വിദ്യ നേടണം എന്നാണ്. വിദ്യാം എന്നുള്ളത് ദ്വിതീയ ഏകവചനമാണ്. വിദ്യയെ സ്ത്രീലിംഗമാണ്. അതുപോലെ കണശഃ ഏവ അർത്ഥം. കണശഃ, കണമെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോൽ, ഒരു ചെറുത് എന്നുള്ള അർത്ഥത്തിൽ, കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ. കണശഃ ഏവ, ഏവ എന്നുള്ളൊരു അവ്യയമാണ്. അർത്ഥം ച സാധയേ. അർത്ഥം ഒരു തുള്ളി പോലും, ഒരു കണം പോലും കളയരുത്. എന്തിനാ? അർത്ഥം ച സാധയേ. അർത്ഥം എന്താണ്? ധനം. വിദ്യ അറിയാൻ എന്താണ്. അപ്പോൾ അർത്ഥം എന്നുള്ളതും എന്താണ്? ദ്വിതീയ ഏകവചനം. വിദ്യാം എന്നുള്ളതും അർത്ഥം എന്നുള്ളതും ദ്വിതീയ ഏകവചനം. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ജ്ഞാനം പ്രാപ്തും സമയസ്യ നിരന്തരം ഉപയോഗ കരണീയ. ജ്ഞാനം പ്രാപ്തും, അതാണ് വിദ്യ എന്ന് പറയുന്നത്. ജ്ഞാനം പ്രാപ്തും ജ്ഞാനം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ജ്ഞാനം നേടുവാൻ സമയസ്യ നിരന്തരം ഉപയോഗ കരണീയ. നിരന്തരം ഉപയോഗ, നിരന്തരം നിർത്തുന്നു. നിരന്തരം സമയം അത്യാവശ്യമാണ് അതിന്. ഉപയോഗ കരണീയ, മുഴുവൻ സമയവും നമ്മൾ എടുക്കണം. അത് അല്ലാതെ ഏകസ്യ അപി ക്ഷണസ്യ നാശഃ ന കരണീയ. ഏകസ്യ അപി ഏകസ്യ എന്നുള്ളത് ഷഷ്ടിയാണ്. കാരണം ക്ഷണസ്യ എന്നുള്ളത് ഷഷ്ടി വന്നപ്പോൾ അവിടെ ഏകസ്യ എന്നുള്ളത് എന്ത് വരണം? ഷഷ്ടി തന്നെ വരണം. ഏകസ്യ അപി ക്ഷണസ്യ അപി ഒരു അവ്യയമാണ്. ക്ഷണസ്യ ഒരു ചെറിയ തുള്ളി പോലും നാശഃ ന കരണീയ, കളയാൻ പാടില്ല. ഒരു നിമിഷം പോലും കളയരുത് എന്നുള്ളതാണ്. ഏവമേവ, അതുപോലെ തന്നെ യദി കോപി ധനസ്യ സംഗ്രഹം കർത്തും ഇച്ഛതി തർഹി സഹ നിരന്തരം രൂപ്യകസ്യ സംഗ്രഹണം കുര്യാത്. ഏവം ഏവ യദി നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. യദി തർഹി, യദി എന്ന് ഈഫ് എന്നുള്ള അർത്ഥമാണ്. യദി തർഹി, യദി വൈദ്യുതി സ്യാത് തർഹി യന്ത്രം ചലേത് എന്ന് പറഞ്ഞു തന്നു. ഇവിടെ അതുപോലെ ഏവമേവ യദി കോപി അങ്ങനെ പ്രസ്ലേഷൻ ഇട്ടിരിക്കുന്നുണ്ട്. കോപി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പ്രസ്ലേഷൻ ഇട്ടിരിക്കുന്നത്. കോപി. ഇത് പിരിച്ചു പറയുമ്പോൾ എങ്ങനെ? കഹ പ്ലസ് അപി. കഹ പ്ലസ് അപിയാണ് കോപി. അപ്പോൾ യദി കോപി ധനസ്യ സംഗ്രഹം കർത്തും ഇച്ഛതി. ധനസ്യ ഷഷ്ടിയെ ധനത്തിൻ്റെ
സംഗ്രഹം എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. സംഗ്രഹം കർത്തും, കൃധാതുവിനോടുകൂടി തുമിൻ എന്ന പ്രത്യയം ചേർക്കുമ്പോഴാണ് കർത്തും വരുന്നത്, ചെയ്യുവാൻ എന്നുള്ളതർത്ഥം. കർത്തും ഇച്ഛതി, ഇച്ഛതി ഇഷ് ധാതുവാണ് ഇച്ഛതി. ഇച്ഛതി ഇച്ഛതഹ ഇച്ഛന്തി, പടതി പടത പടതി പോലെ തന്നെ ആഗ്രഹിക്കുന്നു എങ്കിൽ, തർഹി വന്നപ്പോൾ എങ്കിൽ എന്ത് ചെയ്യും? സഹ നിരന്തരം റൂപ്യകസ്യ സംഗ്രഹണം കുര്യാത്ത്, അവൻ എന്ത് ചെയ്യണം? നിരന്തരം, ഓൾവേസ്, എപ്പോഴും എന്ത് ചെയ്യണം? റൂപ്യകസ്യ സംഗ്രഹണം, പൈസ, റൂപ്പി എന്ന് പറഞ്ഞ പൈസ, റൂപ്യകസ്യ രൂപയുടെ സംഗ്രഹണം, കളക്ഷൻ. കുര്യാത്ത്, കുര്യാത്ത് എന്താണ്? കുര്യാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ലട്ട് പഠിച്ചു, ഒക്കെ പഠിച്ചില്ലേ? ഇപ്പം ഇവിടെ കൃധാതുവിൻ്റെ വിധിലിഞ്ഞാണ്, കൃധാതുവിൻ്റെ വിധിലിഞ്ഞാണ്. കൃധാതു നോക്കിയോളൂ, കൃധാതോഹോ, ധാതുവിൻ്റെ ധാതു പരസ്മൈപതിയാണ്, പരസ്മൈപതി വിധിലിങ്, വിധിലിങ്. അതിൻ്റെ രൂപങ്ങൾ നോക്കിക്കോളൂ. കുര്യാത്ത്, പ്രഥമ പുരുഷം എന്ന് കുര്യാത്ത്, കുര്യാതാം, കുര്യുഹു. ഇതാണ് പ്രഥമ പുരുഷൻ, ഇതാണ് പ്രഥമ പുരുഷൻ. ഇനി മധ്യമ പുരുഷൻ വരുമ്പോൾ കുര്യാഹ, കുര്യാതം, കുര്യാതം, കുര്യാത. ഇനി ഉത്തമ പുരുഷൻ വന്നപ്പോൾ കുര്യാം, കുര്യാം, കുര്യാവ, കുര്യാമ. ഇങ്ങനെയാണ് 3 പുരുഷന് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുര്യ, സഹ കുര്യ, ത്വം കുര്യാഹ, അഹം കുര്യാമ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ യദി കോപി, ആരെങ്കിലും ധനസ്യ സംഗ്രഹം കർത്തും ഇച്ഛതി, ധനം കൂട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, സഹ നിരന്തരം രൂപ്യകസ്യ സംഗ്രഹണം കുര്യാത്, ചെയ്യണം, രൂപയുടെ കളക്ഷൻ ചെയ്യണം. ഇവിടെ പിന്നെ വിധിലിംഗ് വന്നു. വിധിലിംഗിന് എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മൾ ആരെങ്കിലും ആശീർവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പ്രെയർ ചെയ്യുകയാണ്, ബ്ലെസ്സിങ് ചെയ്യുന്നു, അതുപോലെ പിന്നെ ഉപദേശിക്കുകയാണ് ആരെങ്കിലും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വിധിലിംഗ് പ്രയോഗിക്കുന്നതാണ്. എല്ലാ സ്ഥലത്തും പ്രയോഗിക്കില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു ആശീർവദിക്കും പോലെ പറയുകയല്ലേ, അല്ലെങ്കിൽ ഉപദേശം പോലെ പറയുകയല്ലേ? അങ്ങനെ ചെയ്യണം. എന്ത് ചെയ്യണം? പൈസ, പണം, ധനത്തിൻ്റെ ധനസ്യ സംഗ്രഹണം കർത്തും ഇച്ഛതി തർഹി നിരന്തരം രൂപ്യകസ്യ സംഗ്രഹണം കുര്യാത്, ചെയ്യണം. ക്ഷണത്യാഗേ കുതോ വിദ്യ, കണത്യാഗേ കുതോ ധനം. ക്ഷണത്യാഗേ, ക്ഷണം, ത്യാഗം എന്ന് പറഞ്ഞാൽ ത്യജിച്ചാൽ, ക്ഷണത്യാഗം കൊണ്ട്, ത്യാഗത്താൽ. കുതോ വിദ്യ, കുതോ എന്ന് പറഞ്ഞാൽ കുതഹ, ഹൗ എന്നുള്ള അർത്ഥമാണ്. കുതോ എന്ന് പറഞ്ഞാൽ കുതഹ, ഹൗ, എങ്ങനെ വിദ്യ കിട്ടും? ക്ഷണനേരം കളഞ്ഞാൽ എങ്ങനെ വിദ്യ കിട്ടും? അതുപോലെ കണത്യാഗേ, ഒരു കുറച്ച്, അതായത് ഒരു തുള്ളി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തുള്ളി ത്യാഗേ ത്യജിച്ചാൽ. കുതോ ധനം, അതായത് പണം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലേ നിറയുള്ളൂ, അല്ലാതെ എല്ലായിടത്തും ആവശ്യം പോലെ കളഞ്ഞാൽ പറ്റില്ല. കുറേശ്ശെ സൂക്ഷിച്ച് വെച്ചാണ് നമ്മളത് പണമാക്കുക. ഇതുപോലെ നിങ്ങൾ നേരത്തെ ഒരെണ്ണം പഠിച്ചില്ലേ? പിന്നെ അത് നിങ്ങൾക്കാണോ അത്? വെള്ളം തുള്ളിയായി വീഴുന്ന വെള്ളം ഘടം നിറയുന്നു എന്നുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷണത്യാഗേ കുതോ വിദ്യ, കണത്യാഗേ കുതോ ധനം, എങ്ങനെ കിട്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യ വിദ്യാമർത്ഥം കഥം സാധയേത്, വിദ്യയും അർത്ഥം എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? എങ്ങനെ കിട്ടുന്നു? ക്ഷണശഃ കണശശ്ചൈവ, ക്ഷണം, മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഇവിടെ ക്ഷണനേരം പോലും നമ്മൾ കളയാൻ പാടില്ല. എന്തിന്? വിദ്യയ്ക്ക്. അതുപോലെ ഒരു തുള്ളി പോലും കളയാൻ പാടില്ല, എല്ലാം കളക്ട് ചെയ്തെടുക്കണം. എന്തിന്? ധനത്തിന്. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സൂക്തി എന്ന് പറയുന്നത് പേജ് നമ്പർ 88 മുകളിലുള്ളത്. സുഖാർത്ഥിനഃ കുതോ വിദ്യ, കുതോ വിദ്യാർത്ഥിനഃ സുഖം. സുഖാർത്ഥിനഃ, സുഖം അർത്ഥിക്കുന്നവർ.
അവർക്ക് അത് ഷഷ്ടി ഏകവചനമാണ്. സുഖം അർത്ഥിക്കുന്ന യാചിക്കുക എന്നുള്ളത്, സുഖം വേണം എന്നുള്ളവർക്ക് കുതോ വിദ്യ, വിദ്യ എങ്ങനെ കിട്ടും? കുതോ എന്ന് പറഞ്ഞാൽ ഹൗ, എങ്ങനെ, കുതഹ ഹൗ, എങ്ങനെ വിദ്യ കിട്ടും? കുതോ വിദ്യാർത്ഥിനഃ സുഖം, എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് സുഖം കിട്ടുന്നത്? വിദ്യാർത്ഥികൾക്ക് അപ്പോൾ സുഖാർത്ഥിനഹയും വിദ്യാർത്ഥിനഹയും ഷഷ്ടി ഏകവചനമാണ്, ഷഷ്ടി ഏകവചനം വരുന്നു. പദച്ഛേദം സുഖാർത്ഥിനഃ കുതഃ വിദ്യ, കുതഃ വിദ്യാർത്ഥിനഃ സുഖം. അന്വയം സുഖാർത്ഥിനഃ വിദ്യ കുതഃ ഭവേത്, എങ്ങനെ കിട്ടും? വിദ്യാർത്ഥിനഃ വിദ്യാർത്ഥികൾക്ക് സുഖം കുതഃ ഭവേത്, സുഖം എങ്ങനെ കിട്ടും? അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ യഹ സദൈവ സുഖം ഇച്ഛതി, യഹ ആരാണോ, ദ പേഴ്സൺ ഹൂ വാണ്ട് സുഖം, ആർക്കാണോ സുഖം വേണ്ടുന്നത്. ഇച്ഛതി, ഇച്ഛതി ഇഷ് ധാതുവാണ്. ഇഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഇച്ഛതി, ഇച്ഛതി ഇച്ഛതഃ ഇച്ഛന്തി, ആഗ്രഹിക്കുന്നു. സുഖം ഇച്ഛതി, ഇച്ഛിക്കുന്നെങ്കിൽ പരിശ്രമം ന കരോതി, പരിശ്രമം ചെയ്യുന്നില്ല. കരോതി, കരോതി കുരുതഃ കുർവന്തി, കൃ ധാതുവാണ് കരോതി. അലസഹ അസ്തി, അലസനായിരിക്കുകയാണ്, ലേസി ആയിട്ടിരിക്കുകയാണ്. സഹ കഥം വിദ്യാം പ്രാപ്തും ശക്നോതി, സഹ കഹം വിദ്യാം പ്രാപ്തും, അവനെങ്ങനെയാണ് വിദ്യാം, വിദ്യയെ, ദ്വിതീയ ഏകവചനം, വിദ്യയെ സ്ത്രീലിംഗമാണ്. പ്രാപ്തും, അതിനെ വിദ്യ നേടാൻ എങ്ങനെ കഴിയും? ശക്നോതി, ശക്നോതി ശക്നുതഃ ശക്നുവന്തി, നേരത്തെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ യഹ സദൈവ സുഖം, സദൈവ എപ്പോഴും സുഖം വേണം വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുന്നു? പരിശ്രമം ന കരോതി, പരിശ്രമം ചെയ്യില്ല, ഹാർഡ് വർക്ക് ചെയ്യില്ല, ശ്രമിക്കില്ല. പിന്നെയോ അലസഹ അസ്തി, എപ്പോഴും മടിയനായിരിക്കും. സഹ കഥം വിദ്യാം പ്രാപ്തും ശക്നോതി, അവൻ എങ്ങനെ, ഹൗ ഹി ഗെറ്റ് വിദ്യ, എങ്ങനെ വിദ്യ കിട്ടും? അതഃ സോ യഹ ജ്ഞാനം ലബ്ധും ഇച്ഛതി, ആരാണോ ജ്ഞാനം ലബ്ധും, ജ്ഞാനം ലഭിക്കുവാൻ, ലബ്ധും എന്നുള്ളതും തുമിൻ അന്നമാണ്, അവസാനം തുമിൻ എന്നൊരു പ്രത്യേകം ചേർത്ത്, ലബ്ധും ലഭിക്കുവാൻ ഇച്ഛതി ആഗ്രഹിക്കുന്നു. സഹ അവന് ആലസ്യം സുഖം ച ത്യക്ത്വാ, ആലസ്യം സുഖം, ആലസ്യം എന്ന് പറഞ്ഞാൽ മടി, ലേസിനെസ്സും, സുഖം സുഖവും, ത്യക്ത്വാ, ത്യക്ത്വ എന്ന് ഉപേക്ഷിച്ചിട്ട്, കുദ്വാന്തമാണ്, കുദ്വാ എന്ന പ്രത്യേകം ചേർക്കുമ്പോൾ ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട്, നിരന്തരം വിദ്യാർജനം കുര്യാത്, നിരന്തരം എപ്പോഴും വിദ്യാർജനം, വിദ്യ ആർജിക്കണം, ആർജിക്കുക എന്ന് പറഞ്ഞാൽ നേടണം, വിദ്യ ആർജിക്കണം, അതും കുര്യാ ചെയ്യണം. അവിടെ എന്താ വിധിലിംഗ്, നേരത്തെ പറഞ്ഞ വിധിലിംഗ്, അത് പിന്നെ ഉപദേശ രീതി പറയുക. അപ്പോൾ കഹ വിദ്യാം ന പ്രാപ്നോതി, ആർക്കാണ് വിദ്യ ലഭിക്കാത്തത്? സുഖാർത്ഥിനഃ, സുഖാർത്ഥി അല്ലേ, സുഖാർത്ഥിനഃ കാ നാസ്തി, സുഖാർത്ഥിക്ക് കാ നാസ്തി, എന്ത് കിട്ടില്ല? കാ എന്ന് പറയാൻ കാരണം സ്ത്രീലിംഗമാണ്, വിദ്യയാണ് ആൻസർ, വിദ്യ സ്ത്രീലിംഗമല്ലേ. കാ നാസ്തി, വിദ്യ എന്ത് കിട്ടില്ല, എന്തില്ല? വിദ്യ നാസ്തി. അപ്പോൾ ഇതുപോലെ വിദ്യാർത്ഥിനഃ കിം നാസ്തി, എന്ത് കിട്ടില്ല? വിദ്യ എന്ത് പറ്റില്ല? സുഖം. അവിടെ കിം എന്ന് പറഞ്ഞത് സുഖം എന്നുള്ളത് എന്താണ്? കിം നപുംസകലിംഗമാണ്, അതുകൊണ്ട് കിം എന്ന് പറഞ്ഞു. മറ്റിടത്ത് കാ പറഞ്ഞു, സുഖാർത്ഥിനഃ കാ നാസ്തി, എന്താണ് കിട്ടാത്തത് സുഖാർത്ഥികൾക്ക്? വിദ്യ. കാ എന്ന് പറയുമ്പം കാ കേ കാഹ, മറ്റേ കിം കേ കാനിയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പടം കൊടുത്തിരിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് പഠിക്കുകയാണ്, മറ്റേ കുട്ടിക്കൊന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഏത് സമയം ഉറക്കമാണ്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ, ഈസി അല്ലേ ഇത്? അടുത്ത ആ പേജിൽ തന്നെ, പേജ് നമ്പർ 88 തന്നെ താഴെയുള്ള സൂക്തിയാണ്. ഗുണാഹ പൂജാസ്ഥാനം ഗുണിഷു നച ലിംഗം നച വയഃ. ഗുണാഹ പൂജാസ്ഥാനം ഗുണിഷു നച ലിംഗം നച വയഃ. അന്വയം വന്നപ്പോൾ ഗുണിഷു ഗുണാഹ ഏവ പൂജാസ്ഥാനം ഭവന്തി, ലിംഗം ച ന ഭവതി, വയഃ ച ന ഭവതി. ഗുണിഷു, ഗുണിഷു എന്ന് പറഞ്ഞാൽ ഗുണമുള്ളവർ, അതായത് സപ്തമി ബഹുവചനമാണ്. ഗുണമുള്ളവർക്ക്, ഗുണമുള്ളവരിൽ ഗുണാഹ പൂജാസ്ഥാന, അവരുടെ ഗുണമാണ് എല്ലാവരും പൂജിക്കുന്നത്. അപ്പം നല്ല ഗുണമുള്ള ആൾക്കാർ, നല്ല സ്വഭാവ ഗുണമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരെ എല്ലാവരും സ്നേഹിക്കും അല്ലേ, എല്ലാവരും അവരെ എല്ലാവരും അറിയപ്പെടുകയും ചെയ്യും.
പക്ഷെ അതുകൊണ്ട് ലിംഗം ചെന്ന ഭവതി, അത് ലിംഗം എന്ന് പറഞ്ഞാൽ ജെൻഡർ അടിസ്ഥാനത്തിലല്ല, ആരായാലും ഗുണമുള്ളവരാണോ അവർ എല്ലാവരും പൂജിക്കപ്പെടും. അത് ലിംഗമല്ല, സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. അതുപോലെ വയഹചന, വയഹ എന്ന് പറഞ്ഞാൽ വയസ്സെന്ന് പറഞ്ഞാൽ ഏജ് ഒരു പ്രശ്നമല്ല. പ്രായമായ ആളാണ് അങ്ങനെ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗുണിഷു പൂജാസ്ഥാനം ഗുണിഷു പൂജാസ്ഥാനം എന്താ? അവരുടെ ഗുണമുള്ളവർക്ക് അവരുടെ പൂജാസ്ഥാനം എന്താണ്? ഗുണാഹ, അവരുടെ ഗുണമാണ്, അവരുടെ സ്വഭാവ ഗുണമാണ് എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം. നോക്കിക്കോളൂ. ഗുണാനാം സർവദാ ഏവ ആദരഹ ഭവതി. ഗുണാനാം ഗുണമുള്ളവർക്ക്, ഷഷ്ടി ബഹുവചനം, സർവദാ ഏവ എല്ലാവരും ആദരവ് കൊടുക്കും അല്ലേ, നല്ല ഗുണമുള്ളവർക്ക്. ഗുണവാൻ ജനഹ, ഗുണവാനായിട്ടുള്ള ജനം, പുരുഷൻ, സ്ത്രീ, വാ ഭവേത്, വാ എന്ന് പറഞ്ഞാൽ ഓർ എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, ഏതായിക്കോട്ടെ, ഏതായാലും. ബാലഹ വൃദ്ധഹ ച ഭവേത്, ബാലനാണോ കുട്ടിയാണോ വൃദ്ധനാണോ എന്നൊന്നും നോക്കില്ല. വാ ഭവേത് സ സർവദാ പൂജനീയ ഏവ ഭവതി, അവൻ എപ്പോഴെല്ലാവരാലും പൂജിക്കപ്പെടുക തന്നെ ചെയ്യും. ആദരസ്യ കൃതേ, ആദരസ്യ ഷഷ്ടി ഏകവചനം. ആദരത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? ലിംഗം ആയുഹു വാ മഹത്വപൂർണം ന ഭവതി. ആദരവിൻ്റെ കാര്യത്തിൽ ലിംഗം ജെൻഡറോ അതുപോലെ ആയുഹു ഏജോ ഒന്നും അല്ല മഹത്വപൂർണം. പിന്നെ എന്താ? ഗുണം മാത്രമാണ്, സൽഗുണങ്ങളാണ് അതവിടെ പ്രാധാന്യം എന്നുള്ള അർത്ഥം. അപ്പോൾ ഗുണിഷു പൂജാസ്ഥാനം ഗുണിമാരിൽ അവരുടെ പൂജാസ്ഥാനം എന്താ? ഗുണാഹായാണ്. അപ്പോൾ ഇന്ന് 3 സൂക്തികളാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്ത് 2 സൂക്തികളും കൂടിയേ ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. പിന്നെ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.